7 ആണും 1 പെണ്ണുമുള്ള കുടുംബത്തിലെ 3ാമത്തെ മകനായിരുന്ന ഞാനാണ് ഈ കരിക്കൻമില്ല കൊലക്കേസിലെ കൊലപാതകയായി ഇത്രമാത്രം നികൃഷ്ടനായി ദുർമാർഗിയായി തീരുകയും ജയിലിലായി തീരുകയും ചെയ്തത്. എനിക്കൊരു ഉദ്ദേശമുണ്ട്, എനിക്ക് പണം ഉണ്ടാക്കണം. ആ പണം ഉപയോഗിച്ച് സമൂഹത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഒരു 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 അണ്ടർവേൾഡ് ഡോൺ, അതായത് ഒരു അധോലോക കുറ്റവാളിയായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. അതിനുവേണ്ടിയായിരുന്നു ഞാൻ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനൊരു കള്ളനായിരുന്നു യഥാർത്ഥത്തിൽ. ചെറുപ്പം മുതൽ തന്നെ ഞാനൊരു മോഷ്ടാവായിരുന്നു. അങ്ങനെ ആ മോഷണത്തിൽ കൂടെയാണ് ഒടുവിൽ ഏറ്റവും വലിയൊരു കൊള്ള പോലുള്ള, അതായത് കൊന്നിട്ട് കൊള്ള, അതായത് സാധാരണ കള്ളന്മാരൊക്കെ ആരും അറിയാതെ വീട്ടിൽ കയറി എന്തെങ്കിലും ഉള്ളത് എടുത്തുകൊണ്ട് അവരങ്ങ് പോവുക. പക്ഷേ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ചെയ്തത് നമ്മുടെ ചമ്പലിലെ കൊള്ളക്കാരെ പോലെ തിരുവല്ലയിലെ വീട്ടിൽ എൻ്റെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും വീട്ടിൽ കയറി ചെന്ന് അവിടെ അവരുടെ അവസാനം കണ്ടെത്തുകയും അങ്ങനെ അവരുടെ സ്വർണ്ണമെല്ലാം അപഹരിച്ചുകൊണ്ട് പോവുകയും ചെയ്തപ്പോൾ ഞങ്ങൾ കൊള്ളക്കാരായിരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡക്കോയിറ്റ്സ്. അപ്പോൾ എൻ്റെ സ്പിരിറ്റ് അതായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ കൊടികൊണ്ടിരുന്നതായിട്ടുള്ള ആ ഒരു സ്പിരിറ്റ് അതായിരുന്നു, സ്പിരിറ്റ് ഓഫ് ഡക്കോയിറ്റി. അപ്പം ഞാൻ എന്തും ചെയ്യും, എനിക്ക് എന്തും ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം എന്നാണ് അതിന് പറയുന്നത്. അതായത് കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. അതായത് സംഭവിച്ചത് ഏറ്റവും വലിയൊരു സംഭവമാണല്ലോ. 2 പേരെ കൊന്ന് ഇത്രയും വലിയ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു കേസിന് പ്രതിയായി തീർന്ന മനുഷ്യന് പിന്നെ എന്താണ് ചെയ്യാൻ കഴിയാത്തത്? എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഞാനിന്ന് ബാംഗ്ലൂരിൽ നാരായണപുര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയമുണ്ട്, അതിൻ്റെ അകത്താണ്. ഇവിടെ വരാനായിട്ടുള്ളൊരു കാരണം ബഹുമാനപ്പെട്ട സുവിശേഷകൻ റെനി ജോർജ് അച്ചായനെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. വളരെ ദീർഘനാളത്തെ ആഗ്രഹമാണ് അച്ചായനെ ഒന്ന് കാണണം. ഏതാണ്ട് 1999-2000 കാലഘട്ടങ്ങളിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കർത്താവിൻ്റെ ദാസന്റെ പ്രസംഗവും അനുഭവ സാക്ഷ്യവും ഒക്കെ കേട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ബൈബിൾ സ്കൂളിലെ സ്റ്റുഡൻസ് തിരുവല്ലയിൽ ഒരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയി ഈ പ്രിയ അച്ചായൻ്റെ അനുഭവ സാക്ഷ്യം കേട്ടതാണ്. അതോടൊപ്പം തന്നെ അച്ചായൻ്റെ അനുഭവ സാക്ഷ്യം യൂട്യൂബിലുകളും അതുപോലെ മറ്റ് TV ചാനലുകളിലും CD-കളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഒന്ന് നേരിട്ട് കാണുവാനും പരിചയപ്പെടുവാനും ഇടയായിത്തീർന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ചായ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ അച്ചായനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വളരെ ദീർഘനാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് കാണണം, കുറച്ച് അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ അച്ചായനെ നല്ലപോലെ അറിയാം, എങ്കിലും ഒന്ന് പരിചയപ്പെടുത്താമോ? ഗോസ്പൽ TV UPയുടെ സംഘാടകനായ പാസ്റ്റർ സാജു തോമസിനെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് പരിചയമുള്ള വ്യക്തിയാണ്. നേരിട്ടല്ല, യൂട്യൂബിൽ കൂടി അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലിപ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ കാണാനൊരു അവസരം ദൈവം ഒരുക്കി. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ദൈവനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം വളരെ ത്യാഗപൂർവമായി അനേക സ്ഥലങ്ങളിൽ പോയി അനേക വ്യക്തികളെ കണ്ട് ഇൻ്റർവ്യൂസ് ക്രമീകരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ 72 വയസ്സായി. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും എന്നെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു പൊതുവായ ഒരു അറിവുണ്ട്. ഞാനൊരു പ്രിസണറാണ്. എൻ്റെ 27ാമത്തെ വയസ്സിൽ ഞാൻ ജയിലിൽ പോകാനിടയായി. എൻ്റെ 42ാമത്തെ വയസ്സിൽ ഞാൻ ജയിൽ മോചിതനായി. എന്നാൽ ഈ കാലയളവിൽ 1987 ഓഗസ്റ്റ് മാസം 15-ാം തീയതി കർത്താവായ യേശു ക്രിസ്തുവുമായി ഒരു എൻകൗണ്ടർ എനിക്കുണ്ടായി. ഞാൻ ഒരിക്കലും
വിചാരിക്കാത്തതായ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസത്തിൽ ദൈവത്തിൻ്റെ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ആ എൻകൗണ്ടറിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ വകയായിത്തീരുകയും അങ്ങനെ അന്ന് മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുകയും ചെയ്തു. ഈ രക്ഷിക്കപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയാമോ? അത് ആര് മുഖേനയാണ്, എങ്ങനെയാണ് സംഭവം? അച്ചായൻ പറഞ്ഞല്ലോ എനിക്ക് കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായിരുന്നു. അതൊന്ന് പറയാമോ? എന്താണ് സംഭവം? എൻ്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ രക്ഷാനിർണയം പ്രാപിക്കുന്നത് അവൻ രക്ഷകനായ യേശുക്രിസ്തുവിനാൽ അവൻ മോചിതനാകുമ്പോൾ മാത്രമാണ്. അതുവരെ അവൻ ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന അവസ്ഥയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ യോഹന്നാൻ 3:16 പറയുന്ന പോലെ ദൈവം ലോകത്തിലുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു. അങ്ങനെ ചില വ്യക്തിജീവിതങ്ങളിലേക്കും ദൈവത്തിൻ്റെ സ്നേഹം കാലാകാലങ്ങളിൽ എത്തിച്ചേരുന്നതാണ് അവരുടെ രക്ഷാനിർണയത്തിൽ കലാശിക്കുന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിലും അങ്ങനെയാണ് ഞാനും രക്ഷാനിർണയം പ്രാപിച്ചതെന്നാണ് എനിക്ക് ഇപ്പോൾ ബോധ്യമാകുന്നത്. കാരണം എനിക്ക് ഒരു ഉള്ള വിഷയമല്ലായിരുന്നു യേശുക്രിസ്തുവുമായിട്ട് ചേർന്നുള്ള ജീവിതം. കാരണം എനിക്കന്ന് 33 വയസ്സുണ്ട്. ഒരു മനുഷ്യൻ്റെ 33ാമത്തെ വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യൗവന തിളപ്പിൽ ജീവിക്കുകയാണ്. പിന്നെ ഞാൻ കഴിയുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലുമാണ്. അവിടുത്തെ എൻ്റെ കൂട്ടുകാരെല്ലാം അസാധാരണ വ്യക്തികളാണ്. എല്ലാം കുപ്രസിദ്ധരായിട്ടുള്ള കള്ളക്കടത്തുകാരും മോഷ്ടാക്കളും കള്ളനോട്ടുകാരും കരിഞ്ചന്തക്കാർ അങ്ങനെയുള്ള ഏറ്റവും കുപ്രസിദ്ധരായവരുടെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരു കൊച്ചു നേതാവായിട്ടൊക്കെ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പം എൻ്റെ സ്വപ്നമെന്ന് പറയുന്നത് ലോകത്തിലൊരു അറിയപ്പെടുന്ന ഒരു അധോലോക കുറ്റവാളിയായിത്തീരുക എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എങ്ങനെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ആയിത്തീരാൻ പറ്റും? എന്നാൽ അതിൻ്റെ ഉത്തരം ഇപ്പോൾ എനിക്കറിയാം. വേദോത്സവത്തിലൊരു വാക്യമുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ലോകത്തിൽ 2 വിഭാഗം ആളുകളേ ഉള്ളൂ. ഒന്നാം ആദാമിൻ്റെ തലമുറക്കാർ, രണ്ടാമത്തെ വിഭാഗം ഒടുക്കലത്തെ ആദാമായ യേശുക്രിസ്തുവിൻ്റെ കുടുംബക്കാർ. ഇങ്ങനെയുള്ള 2 കുടുംബക്കാരേ ഉള്ളൂ ഈ ലോകത്തിൽ. അല്ലാതെ ജാതി മത വർഗഭേദം ഒന്നുമില്ല. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല. അമേരിക്കക്കാരനൊന്നും ആഫ്രിക്കക്കാരനൊന്നുമില്ല. ലോകത്തിൽ ഒരൊറ്റ മനുഷ്യൻ, ഒറ്റ സ്പീസീസേ ഉള്ളൂ. ദൈവം സൃഷ്ടിച്ച ഒരൊറ്റ സ്പീസീസാണ് മനുഷ്യൻ്റെ ആദമിനുണ്ടായിരുന്നത്. ആ ആദമിൽ നിന്നുമാണ് ഹവ്വായെ ദൈവം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ലോകത്തിലുള്ള സകല മനുഷ്യരും എന്നുള്ളത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതാണ് സത്യം. അല്ലാതെ മറ്റൊരു സത്യമില്ല. അത് ഒരു ശാസ്ത്രത്തിനും അത് ഖണ്ഡിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. അപ്പം ആ ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ ലോകത്തിൽ പാപവും പാപത്താൽ മരണവും വന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെ പാപത്താൽ പാപിയായി തീർന്ന് പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് അവകാശിയായി തീർന്ന മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്നും ഉദ്ധരിക്കാനായിട്ടാണ് ദൈവം മനുഷ്യനായി പിറന്ന് പാപിയെപ്പോലെ കാൽവറിയിൽ പാപികളായ മനുഷ്യർക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി അവരെ തൻ്റെ പാപപരിഹാരയാഗത്താൽ അവരെ രക്ഷിച്ച് തൻ്റെ കുടുംബത്തിലാക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് ലോകത്തിലെ മനുഷ്യർക്ക് കഴിയുന്നില്ല. കാരണം സുശേഷം പറയുന്നത് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. കാരണം എന്താണ്? ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം
അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ഇതെല്ലാം വളരെ വസ്തുനിഷ്ഠമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളാണ്. എന്നാൽ ഇതൊന്നും ഈ ലോകത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും സ്വീകാര്യമല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ രക്ഷ പ്രാപിച്ച്, പിതാവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ രക്ഷ പ്രാപിച്ച്, കരുസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും നിറവിലുമായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം കാലാകാലങ്ങളിൽ മനസ്സിലാകും. അവർ ഈ ലോകത്തിൽ നിന്നും യാത്ര പറയുന്നതിന് മുമ്പ് അവരുടെ സകല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ അച്ഛൻ, ഈ ജയിലിൽ കിടന്ന ഈ സമയത്ത് അവിടെ ഒരുപാട് കുറ്റവാളികളും ഒക്കെ ആയിട്ട് ചേർന്ന് ഉള്ള ഒരു താമസമായിരുന്നല്ലോ. അപ്പം അവിടെ ഈ കുറ്റവാളികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്താ? ചില ആളുകൾ അബദ്ധത്തിൽ ചെയ്തു പോയവരുള്ള ഉണ്ടാവാം. എന്താണ് ശരിക്കും പറഞ്ഞാൽ ജയിലിൻ്റെ ഒരു അവസ്ഥ എന്താ? യഥാർത്ഥത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യൻ ഒരു കേസിൽ പെടുന്നതും ജയിലിലായിത്തീരുന്നതും ഒന്നും അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ അധ്യായമല്ല. ആ അവസ്ഥയിൽ അവനെക്കുറിച്ച് ഒരു ബോധം വരികയാണെങ്കിൽ അവന് ആ അവസ്ഥയിൽ നിന്നും മോചിതനായിത്തീരാൻ പറ്റും. സെൻട്രൽ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്കെല്ലാം അവരുടെ ചിന്ത അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. അവർ സമൂഹത്താൽ ദ്രോഹിക്കപ്പെട്ടവരാണെന്നാണ് അവരുടെ എല്ലാം ചിന്ത. അങ്ങനെയാണ് അവരെല്ലാം സംസാരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ വ്യക്തികളെല്ലാം കുറ്റവാളികളായി തീരാൻ കാരണം അവർ ആഗ്രഹിച്ചതുകൊണ്ടല്ല. അവരുടെ ജീനിലുള്ളതായിട്ടുള്ള, അതായത് അവരുടെ ആ മാനുഷികമായിട്ടുള്ള, അതായത് ദേഹം ദേഹി ആത്മാവെന്ന് നാം പറയുന്നു. അപ്പോൾ അവൻ്റെ ആ ദേഹിയിലും ആത്മാവിലും കുടികൊള്ളുന്നതായിട്ടുള്ള ആ ഇരുളിൻ്റെ സ്വാധീനം അത് അവൻ എവിടെ നിന്ന് കിട്ടി? അവൻ്റെ മാതാപിതാക്കളിൽ നിന്നും ലഭിച്ചതാണ്. ഇത് പുറകോട്ട് പോവുകയാണെങ്കിൽ ഇത് തുടങ്ങിയത് ആദമിലാണ്. ആദം ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ കാരണമായിട്ട് അവൻ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഭൂമി അവൻ നിമിത്തം ശപിക്കപ്പെട്ടു. ആദ്യത്തെ കൊലപാതകം നടന്നത് ആദാമിൻ്റെ കുടുംബത്തിലാണ്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കും. അന്ന് മുതൽ തുടങ്ങിയ വിഷയങ്ങളാണ് ഈ കൊലപാതകവും മോഷണവും വ്യഭിചാരവും ഇങ്ങനെയുള്ള സകല അധർമ്മവും മനുഷ്യൻ്റെ ആ പരാജയത്തിൽ, മനുഷ്യൻ്റെ ആ പതനത്തോടനുബന്ധിച്ച് ലോകത്തിൽ അരങ്ങേറിയതായിട്ടുള്ള വസ്തുക്കളാണ്. അതിൻ്റെ പിൽക്കാലത്തുള്ള വ്യക്തികളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതായിട്ടുള്ള കുറ്റവാളികളെന്ന് നാം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ജയിലിൽ നിന്ന് അച്ഛൻ പുറത്തിറങ്ങിയത് ഏത് വർഷമാണ്? 1995 ജൂൺ മാസത്തിലാണ് ഞാൻ ജയിൽ മോചിതനായി തീർന്നത്. അപ്പോൾ ഈ ജയിലിൽ വെച്ചാണോ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്? ജയിലിൽ വെച്ചല്ല. ഞാൻ 87 സെൻട്രൽ ജയിലിൽ നിന്നും പരോളിൽ പുറത്തു വരികയാണ്. എൻ്റെ ഉദ്ദേശം ഒരു ബാങ്ക് കൊള്ളയടിക്കണമെന്നുള്ളതായിരുന്നു. കാരണം ജയിലിൽ പിന്നെ അവിടുത്തെ നേതാവായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ധാരാളം പണം ആവശ്യമാണ്. കൂട്ടുകാർക്ക് ആവശ്യമുള്ള സാമഗ്രികളൊക്കെ ഒപ്പിച്ചു കൊടുക്കണം, ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യത്തിനുള്ള പണമൊക്കെ കൊടുക്കണം. അങ്ങനെ നല്ല ചെലവുള്ള ഒരു ജീവിതമാണ് ജയിൽ ജീവിതം. അങ്ങനെയാണ് ജയിലിലുള്ള കുറേ കുറ്റവാളികൾ കഴിയുന്നത്. അവർ സമൂഹത്തിലെ ഉന്നതന്മാരായ വ്യക്തികളാണ്. കള്ളക്കടത്തിൽ കൂടെയും കള്ളനോട്ടിൽ കൂടെയും മോഷണത്തിൽ കൂടെയൊക്കെ ധനം സമ്പാദിച്ച് പുറത്തിട്ടിരിക്കുന്നവരാണ്. അവരതെങ്ങനെയെങ്കിലും അകത്ത് കൊണ്ടുവന്ന് ആ സ്വാധീനത്തിൽ കഴിയുന്നവരാണ് ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾ ഒരു വിഭാഗം. അപ്പം അങ്ങനെയുള്ളവരുടെ ഇടയിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരു മനുഷ്യന് ധാരാളം പണം ആവശ്യമാണ്. അത് ആദ്യകാലത്ത് എൻ്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ സംഭവത്തെക്കുറിച്ച് ഒരു സിനിമ ആ കാലത്ത് ഇറക്കപ്പെട്ടായിരുന്നു. മദ്രാസിലെ മോനെന്ന് പറഞ്ഞ് ഒരു സിനിമ ഇറക്കി.
ആ സിനിമയുടെ പ്രൊഡ്യൂസർ എനിക്ക് കുറേ കാശ് തന്നു. ആ കാശൊക്കെ ഞാൻ സെൻട്രൽ ജയിലിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ പണത്തിൻ്റെ സ്വാധീനത്തിൽ ഞാൻ അവിടുത്തെ ഒരു ചോട്ടാ നേതാവായിട്ട് മാറി. അപ്പോൾ എനിക്ക് അവിടുത്തെ കുറ്റവാളികളുടെ ഇടയിൽ എനിക്ക് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ എപ്പോഴും സുബോധമില്ലാത്തൊരവസ്ഥയിലായിരിക്കും. ഞാൻ കഞ്ചാവിന് അടിമയായിരുന്നു. അപ്പോൾ ഈ ജയിലിനകത്ത് കഞ്ചാവ് കിട്ടുമോ? ജയിലിനകത്ത് കഞ്ചാവ് കൊണ്ടുവരാൻ പറ്റും. പണം ഉണ്ടെങ്കിൽ ജയിലിനകത്ത് എന്ത് വേണേൽ കൊണ്ടുവരാൻ പറ്റും. അതാണ് ജയിലിലെ അവസ്ഥ. അതാണ് 50-50 എന്നാണ് അതിന് പറയുന്നത്. അതായത് 100 രൂപ ഒരു ഉദ്യോഗസ്ഥന് കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപയുടെ കഞ്ചാവ് നമുക്ക് എത്തിച്ചു തരും. അതാണ് അവിടുത്തെ അനുപാതം, 50-50. അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തരാനായിട്ട് ജയിലിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ, എല്ലാ ഉദ്യോഗസ്ഥന്മാരും അല്ല, കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പണമോഹികളായിട്ടുള്ളവർ പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ കുറ്റവാളികളുമായി ചേർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർ സഹകരിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ചോട്ടാ നേതാവായിട്ട് ജീവിക്കാൻ വേണ്ടി ബാങ്ക് കൊള്ളടിക്കുക എന്നുള്ള പദ്ധതിയായിരുന്നു അല്ലേ? അതെ. അപ്പൊ ജയിലിൽ കിടക്കുമ്പോൾ ഈ ബാങ്ക് റോബ് ചെയ്ത് അകത്ത് വന്ന കൂട്ടുകാരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ അവർക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും സംഭവിക്കാതെ വളരെ ആസൂത്രിതമായ രീതിയിൽ ഒരു ബാങ്ക് കവർച്ചയ്ക്കുള്ള പദ്ധതികളൊക്കെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ജയിലിൽ കിടന്ന് എല്ലാം പ്ലാൻ ചെയ്ത്, അപ്പോൾ അത് ആവിഷ്കരിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് വന്നിരിക്കുക. ഈ കാലയളവിൽ എൻ്റെ മാതാപിതാക്കളും മിഷണറിമാരാണ്. എൻ്റെ പിതാവ് അന്നത്തെ കാലത്ത് എവരി ഹോം ക്രൂസൈഡ് എന്ന് പറഞ്ഞൊരു സുവിശേഷ സംഘടന ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അതിൻ്റെ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു. ആ കുടുംബത്തിലെ 8 മക്കൾ, 7 ആണും 1 പെണ്ണുമുള്ള കുടുംബത്തിലെ 3ാമത്തെ മകനായിരുന്ന ഞാനാണ് ഈ കരിക്കൻമില്ല കൊലക്കേസിലെ കൊലപാതകയായി ഇത്രമാത്രം നികൃഷ്ടനായി ദുർമാർഗിയായി തീരുകയും ജയിലിലായി തീരുകയും ചെയ്തത്. ഇത് കാരണം എൻ്റെ മാതാപിതാക്കൾ വളരെ തീവ്രമായ ദുഃഖത്തിൽ കഴിയുന്ന കാലഘട്ടമാണ്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും കണ്ണുനീരിലും കഴിയുന്നു. എന്നാൽ അവരുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കുമൊന്നും ഞാൻ യാതൊരു വിലയും കൊടുക്കുന്നില്ല. എനിക്കൊരു ഉദ്ദേശമുണ്ട്, എനിക്ക് പണം ഉണ്ടാക്കണം. ആ പണം ഉപയോഗിച്ച് സമൂഹത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഒരു 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 അണ്ടർവേൾഡ് ഡോൺ, അതായത് ഒരു അധോലോക കുറ്റവാളിയായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. അതിനുവേണ്ടിയായിരുന്നു ഞാൻ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ബാങ്ക് കൊള്ളയടിക്കാൻ പദ്ധതിയിട്ട് പരോളിന് വന്ന സമയത്ത് ബാങ്ക് കൊള്ളയടിക്കാൻ പദ്ധതി ഇട്ടു. അതെ. അതിനുശേഷം എന്താ സംഭവിച്ചത്? അങ്ങനെ അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ഞാൻ ഒന്നൊന്നായി ചെയ്യാൻ തുടങ്ങി. കോട്ടയത്താണ് എൻ്റെ മാതാപിതാക്കൾ അന്ന് താമസിക്കുന്നത്. അപ്പം അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസങ്ങളിൽ ഞാൻ അത് നടപ്പാക്കും. എനിക്ക് ആ സമയത്ത് ഏത് കുറ്റകൃത്യവും ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു 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 സ്പിരിറ്റിന് അടിമയായിരുന്നു ഞാൻ. അതൊരു സ്പിരിറ്റാണ്. അതൊരു ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാപത്തിൻ്റെ പരിണിത ഫലമായി മനുഷ്യനുള്ളതായിട്ടുള്ള ഒരു 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 സ്പിരിറ്റാണത്. സ്പിരിറ്റ് ഓഫ് ആൽക്കഹോൾ, സ്പിരിറ്റ് ഓഫ് റോബറി, സ്പിരിറ്റ് ഓഫ് അഡൾട്ടറി, സ്പിരിറ്റ് ഓഫ് ഡിഫറെൻറ്റ് സ്പിരിറ്റ്സ്. അതായത് അനേക തരത്തിലുള്ളതായിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ്. അപ്പം ഞാനൊരു കള്ളനായിരുന്നു യഥാർത്ഥത്തിൽ. ചെറുപ്പം മുതൽ തന്നെ ഞാനൊരു മോഷ്ടാവായിരുന്നു. അങ്ങനെ ആ മോഷണത്തിൽ കൂടെയാണ് ഒടുവിൽ ഏറ്റവും വലിയൊരു കൊള്ള പോലുള്ള, അതായത് കൊന്നിട്ട് കൊള്ള, അതായത് സാധാരണ കള്ളന്മാരൊക്കെ ആരും അറിയാതെ വീട്ടിൽ കയറി എന്തെങ്കിലും ഉള്ളത് എടുത്തുകൊണ്ട് അവരങ്ങ് പോവുക. പക്ഷേ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ചെയ്തത് നമ്മുടെ ചമ്പലിലെ കൊള്ളക്കാരെ പോലെ തിരുവല്ലയിലെ വീട്ടിൽ എൻ്റെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും വീട്ടിൽ കയറി ചെന്ന് അവിടെ അവരുടെ അവസാനം കണ്ടെത്തുകയും അങ്ങനെ അവരുടെ സ്വർണ്ണമെല്ലാം അപഹരിച്ചുകൊണ്ട് പോവുകയും ചെയ്തപ്പോൾ ഞങ്ങൾ കൊള്ളക്കാരായിരുന്നു. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഡക്കോയിറ്റ്സ്. അപ്പോൾ എൻ്റെ സ്പിരിറ്റ് അതായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ കൊടികൊണ്ടിരുന്നതായിട്ടുള്ള ആ ഒരു സ്പിരിറ്റ് അതായിരുന്നു, സ്പിരിറ്റ് ഓഫ് ഡക്കോയിറ്റി. അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്തും ചെയ്യാനായിട്ടുള്ള ഒരു 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 എന്നതാ ഒരു ധൈര്യം എന്നാണ് അതിന് പറയുന്നത്. അതായത് കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. അതായത് സംഭവിച്ചത് ഏറ്റവും വലിയൊരു സംഭവമാണല്ലോ. 2 പേരെ കൊന്ന് ഇത്രയും വലിയ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു കേസിന് പ്രതിയായി തീർന്ന മനുഷ്യന് പിന്നെ എന്താണ് ചെയ്യാൻ കഴിയാത്തത്?
അപ്പോൾ എനിക്കൊരു ബാങ്ക് റോബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമൊന്നുമല്ല. അത് ഞാൻ നിസ്സാരമായി ചെയ്യുന്ന ഒരു വിഷയം പോലെ എനിക്ക് തോന്നിയുള്ളൂ. അപ്പം അതിനുവേണ്ടി ഞാനിങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്ത് എൻ്റെ ഭവനത്തിൽ ഒരു ദിവസം രാവിലെ ഒരു വ്യക്തി കടന്നു വരികയാണ്. എൻ്റെ മാതാവ് പറഞ്ഞു, ഇനി നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ആരോ എന്നെ കാണാൻ വന്നിരിക്കുന്നതല്ലോ, അതോ ലോക കുറ്റവാളികൾ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വന്ന ആളെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരനാണ്, ജീൻസൊക്കെ ഇട്ട് ടീഷർട്ടും താടിയൊക്കെ വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ. ഞാൻ വിചാരിച്ചു ഏതോ അണ്ടർവേൾഡ് പാർട്ടിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ചെറുപ്പക്കാരൻ എന്നോട് എൻ്റെ മുഖത്ത് നോക്കി പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ ഇത് ഞാൻ ഉദ്ദേശിച്ച ഗ്രൂപ്പല്ല, ഇത് നമ്മുടെ മറ്റേ പാർട്ടികളാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചു, എന്താണ് ഈ മനുഷ്യൻ എന്നെ കൊണ്ട് ആവശ്യം. അങ്ങനെ അദ്ദേഹം കൂടുതലൊന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തിന് സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തിരുവല്ലയിൽ നിന്നുമാണ് വന്നത്, ഇങ്ങനെ എന്നെപ്പോലെ തന്നെ ജീവിച്ച ഒരു മനുഷ്യനാണ്, എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട് എന്നൊക്കെ അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ഉള്ളിൽ ചിരിയായിരുന്നു. കാരണം സി ജോർജിൻ്റെ മകനായി ജനിച്ച് സമൂഹത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വമായിട്ട് അതെല്ലാം ത്യജിച്ച് പിശാചിൻ്റെ പുറകെ പോയി ഒടുവിൽ കൊലപാതകി, അറുപ്പാനും മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും മാത്രം അറിയാവുന്ന പിശാചിൻ്റെ സന്തത സഹചാരിയായി മാറിയ എന്നെ ആർക്കെന്നെ സഹായിക്കാൻ കഴിയും, ആർക്കെന്നെ രക്ഷിക്കാൻ കഴിയും എന്നായിരുന്നു എൻ്റെ ചിന്ത. എനിക്കന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും അത് യേശു സാധിച്ച രക്ഷാപദ്ധതിയെക്കുറിച്ചും ഒന്നും വലിയ ചിന്തയൊന്നുമില്ല. ഏകദേശ ധാരണയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അതിൻ്റെ അകത്തൊന്നും എനിക്ക് യാതൊന്നുമില്ല. കാരണം എന്നെപ്പോലെ ഒരു മനുഷ്യനെ ഇനിയും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം പോലും എന്നെ തള്ളിക്കളഞ്ഞുവെന്ന് ഞാൻ മനഃപൂർവ്വം വിശ്വസിക്കുക. ഞാനതങ്ങ് സ്വയം ഏറ്റെടുത്തിരിക്കുക. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്തണമല്ലോ. അപ്പോൾ അതിന് മറ്റേ പാർട്ടി ഇവൻ അനൂസിഫറാണ്. ഇവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തുകയും ചെയ്യാം, എനിക്ക് സൂഹിക്കുകയും ചെയ്യാം. എന്നാൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ ദൈവം അറിഞ്ഞിരുന്നു എന്ന ആ സത്യത്തിൻ്റെ ആ ഒരു എൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് ഞാൻ വരുന്ന നിമിഷങ്ങളായി മാറുകയായിരുന്നു. ആ രാവിലത്തെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ റോയ് വർഗീസ് എന്നാണ്. അദ്ദേഹം അമേരിക്കയിൽ കാലിഫോർണിയയിൽ പാസ്റ്ററാണ്. എന്നെക്കാൾ 2-3 വയസ്സിന് ഇളയതാണ്, തിരുവല്ലക്കാരനാണ്. അദ്ദേഹം വന്ന വാഹനത്തിൽ കയറ്റി തിരുവല്ലയിൽ കൊണ്ടുപോവാണ്. ഞാൻ വിചാരിച്ചു, ദൈവമേ തിരുവല്ലയിലേക്കാണോ കൊണ്ടുപോകുന്നത്? തിരുവല്ലയിലാണല്ലോ ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്ത്. അവിടെ ആരെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ സംഗതി വഷളാകുമല്ലോ എന്നൊക്കെ ചിന്തിച്ചു. എന്നാൽ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി, എന്നെ പിശാച് എവിടെ തകർത്തോ, തിരുവല്ല എൻ്റെ ജീവിതത്തിൻ്റെ ആഘോറായി മാറിയ സ്ഥലമാണ്. ആഘോർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വേദപുസ്തകത്തിലെ ആഖാൻ എന്ന കള്ളൻ, അവനും അവൻ്റെ കൂട്ടരും കൂടി കല്ലെറിയപ്പെട്ടു പോകുന്ന സ്ഥലത്താണല്ലോ ഈ കൽക്കുന്നിനാണല്ലോ ആഘോർ എന്ന് പറഞ്ഞത്. എന്നാൽ വേദപുസ്തകം വായിച്ചാൽ നമുക്ക് പിന്നീട് മനസ്സിലാവും, ആഘോറിനെ ദൈവം പ്രത്യാശയുടെ താഴ്വഴിയായി പിൽക്കാലത്ത് മാറ്റി. ആ കൽക്കുന്നിൻ്റെ അവസ്ഥ മാറി. ഇതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ കൽക്കുന്നായിരുന്നു തിരുവല്ല. ആ കൽക്കുന്നിലേക്കാണ് എന്നെ ദൈവം കൊണ്ടുപോകുന്നത്. റോയ് വർഗീസ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് നമ്മുടെ പവർ മിഷൻ്റെ ചെയർമാൻ പാസ്റ്റർ KC ജോൺ അന്നുണ്ടായിരുന്ന തിരുവല്ലയിലെ ഗോസ്പൽ സെൻറ്റർ എന്ന ആ ആരാധനാലയത്തിലേക്കാണ് കൊണ്ടുപോയത്. എനിക്കറിയത്തില്ല എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഈ പാസ്റ്റർ റോയ് വർഗീസ് എൻ്റെ അടുക്ക വന്ന് ഈ പ്രൈസ് ദി ലോർഡ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പം എനിക്കറിയാം, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ചുണ്ടായിരുന്ന ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് ദൈവം ഉപയോഗിച്ച വ്യക്തികളാണ് പാസ്റ്റർ KC ജോണും ഈ പാസ്റ്റർ റോയ് വർഗീസും എല്ലാം. അതുകൊണ്ട് എനിക്കതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഞാൻ അതിൽ അങ്ങ് വിധേയനായി തീരുകയാണ്. കാരണം ദൈവം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ പിശാചിൻ്റെ പദ്ധതികളെല്ലാം അവിടെ താറുമാറായി പോകും. അതാണ് സംഭവിച്ചത്. ഇന്ന് എനിക്കറിയാം, പക്ഷെ അന്ന് ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. അന്ന് ഞാൻ ഈ നേരെ റോയ് വർഗീസ് എന്നെ കൊണ്ടുപോയി പാസ്റ്റർ KC ജോണിൻ്റെ ആരാധനാലയത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരു ഞായറാഴ്ച ദിവസമാണ്.
അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ അന്നത്തെ അഭിപ്രായത്തിൽ വള്ളപ്പാട്ട് പാടുന്ന പോലെ കൈയടിച്ച് അല്ലേലിയ സ്വോത്രമൊക്കെ പറഞ്ഞ് വലിയ ബഹളം വെച്ച് പാടുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്താണ് ഇവിടെ കാര്യം. പക്ഷേ ഐ എം ഓൾറെഡി അണ്ടർ ദി അറസ്റ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ എൻകൗണ്ടറിൽ ഞാൻ ആയി തീർന്നിരിക്കുക. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ഇരിക്കേണ്ടി വന്നു. ഞാൻ അവിടെ ഇരുന്ന് നിമിഷങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തിലേക്ക് ഞാൻ ആക്കപ്പെടുന്നു. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വല്ലാത്ത ഭാരമുണ്ടാകുന്നു. എനിക്ക് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായി ആരംഭിക്കുന്നു. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാർ സാധാരണ ആൾക്കാരല്ല. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന കുറേ പാവപ്പെട്ട ആൾക്കാർ. അവരോട് പാസ്റ്റർ കെ സി ജോൺ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാമോ കരിക്കൻമല കൊലക്കേസിലെ റെനി ജോർജിനെ അറിയാമോ? അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നു യെസ്. നിങ്ങൾ എത്ര പേർ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? അവർ റെസ്പോണ്ട് ചെയ്യുന്നു യെസ്. ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട് കേൾക്കുക. ഞാൻ അവിടെ ഉണ്ടെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായിട്ടുള്ള വേലിയേറ്റം ഉണ്ടാക്കുകയാണ്. ഞാൻ തകരുക. കല്ലായിരുന്ന എൻ്റെ ഹൃദയം ഉരുകാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഞാൻ ആരാണെന്നുള്ളത്. എനിക്ക് അപ്പോൾ അതുവരെ എനിക്കറിയത്തില്ല. ഞാനൊരു സൈക്കോപാത്താണ്. കുറ്റബോധം അശേഷമില്ലാത്ത ഒരു പൈശാചികനായ 33 വർഷങ്ങളായിട്ട് പിശാചിന്റെ ബന്ധനത്തിൽ ഗദരദേശത്തെ ഭൂതദാസനെ പോലെ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ ആ ആരാധനാലയത്തിൽ ദൈവമക്കളുടെ മധ്യത്തിൽ ആരാധനയുടെ മധ്യത്തിലായിരുന്നപ്പോൾ പൗലോസും സീലാസും കാരാഗൃഹത്തിൽ പാടി ആരാധിച്ചപ്പോൾ അവിടുത്തെ തടവുകാരുടെ ചങ്ങല അഴിഞ്ഞു വീണതുപോലെ എൻ്റെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയിരുന്ന സകല പാപബന്ധനങ്ങളും ഒന്നൊന്നായിട്ട് അഴിഞ്ഞു പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കരയാൻ തുടങ്ങി അവിടെ ഇരുന്നുകൊണ്ട്. എനിക്ക് എന്നത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ആരാണ്, എന്താണ്, ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്, എൻ്റെ അവസ്ഥ എന്താണ്. മുടിയനായ പുത്രൻ പന്നി തിന്നൻ്റെ വാളവര തിന്നാനായിട്ട് അവൻ ആഗ്രഹിച്ചപ്പോൾ അവൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഓർമ്മ വന്നെന്ന് പറഞ്ഞതുപോലെ എനിക്ക് അന്നേരം ഒരു സുബോധം ഉണ്ടാകുക. ഞാൻ ആരാണ്, എന്താണ്. എനിക്ക് പാപബോധം ഉണ്ടാകുന്നു. എൻ്റെ ഹൃദയം തകർന്നു നിറങ്ങിയതുമായ ഹൃദയത്തോടെ ഞാനൊരു കർത്താവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് മോഹിക്കുന്നു, ആഗ്രഹിക്കുന്നു. എനിക്ക് ദൈവവേദനായി തീരാനായിട്ടുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം ഒരു സൂപ്പർ നാച്ചുറൽ ഡിവൈൻ മൈറ്റി മിറക്കിളായിട്ടാണ് ഞാൻ പറയുന്നത്. അതാണ്, ദാറ്റ് ഈസ് ദ ട്രൂത്ത്. കാരണം അല്ലെങ്കിൽ റെനി ജോർജിനെ പോലുള്ളൊരു മനുഷ്യൻ അങ്ങനെ ഒരു അവസ്ഥയിലാകാൻ പറ്റത്തില്ല. ഇതിൻ്റെ എല്ലാം കാരണക്കാരന് പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവും ദൈവജനവും അവരുടെ പ്രാർത്ഥനയും മാത്രം. അങ്ങനെ ഞാൻ അവിടെ ആ ആരാധനയുടെ മധ്യത്തിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം സമർപ്പിക്കുക. ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി എനിക്കൊരു ചിന്തയില്ല ഇത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. കാരണം എനിക്ക് 24/7 എല്ലാം കള്ളും കഞ്ചാവും എല്ലാം വേണ്ടുന്ന ഒരു മനുഷ്യനാണ്. എങ്ങനെ എനിക്ക് രക്ഷയുണ്ട്? പക്ഷേ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞ് സകലവും പുതിയതാകുന്നു എന്ന ദൈവവചനം, ആ സത്യവചനം അന്ന് അവിടെ യാഥാർത്ഥ്യമായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവവേദനായി തീരുന്നു. പാസ്റ്റർ കെ സി ജോൺ എന്നെ ആരാധന കഴിഞ്ഞ് അവിടെ നിന്നും റാന്നിയിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ കൊണ്ടുപോയി. അവിടെ ഞാൻ സാക്ഷി പറയുന്നു. സാക്ഷി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കറിയത്തില്ല എന്താ പറയുന്നത്. പക്ഷെ എന്നെ അറിയാത്തവരാരും ഇല്ല. പക്ഷെ അന്ന് ഞാൻ പറയുകയാണ്, ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഞാൻ പാപിയായ എന്നെ യേശു രക്ഷിച്ചു എന്നെല്ലാം ഞാൻ പറയുക. അത് കഴിഞ്ഞ് കോട്ടയത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി വൈകിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടുക. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കൊലപാതകയായ കുപ്രസിദ്ധനായ റെനി ജോർജ് തിരിച്ച് വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ കീഴിൽ ചെല്ലുന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. അവർക്ക് പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ അന്ന് കഴിഞ്ഞില്ല. അതിനൊക്കെ വളരെ സമയങ്ങളെടുത്തു. എൻ്റെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടാനായിട്ട് അനേക ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ വേണ്ടി വന്നു. എന്നാൽ ഞാൻ രക്ഷയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് സെൻട്രൽ ജയിലിലേക്ക് പോകുന്നത് ബൈബിളുമായിട്ടാണ് പോകുന്നത്. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത് ഏത് വർഷമായിരുന്നു? 1987 ഓഗസ്റ്റ് 15. അപ്പോൾ ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നതിന് ശേഷം
പിന്നീട് ജയിലിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് പിന്നെ എന്തായിരുന്നു പിന്നീടുള്ള ജീവിതം എങ്ങനെയായിരുന്നു? എല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി എന്നെ കാത്തിരിക്കുന്നു. എന്നാൽ അവരുടെ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായി ഞാൻ കയ്യിലൊരു ബൈബിളും ഒക്കെ ആയിട്ടാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം വളരെ നിരാശയായി. അവരോട് ഞാൻ പറഞ്ഞു, കൂട്ടുകാരെ, ഇവിടെ നിന്നും പോയ റെനി ജോർജ് അല്ല ഇപ്പോൾ ഞാൻ. എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. എനിക്ക് പഴയതുപോലെ ഇനി ജീവിക്കാൻ കഴിയില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവുമായി ചേർന്ന് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ദയവായിട്ട് ക്ഷമിക്കണം. ഇനി നിങ്ങളോടൊപ്പം പഴയ രീതിയിലൊന്നും കഴിയാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ ദേഷ്യവും നിരാശയൊക്കെ തോന്നി. അങ്ങനെ ഞാൻ ഏകനായിട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബാല്യകാലം ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ എനിക്ക് കൂട്ടാരുമില്ല. ഒറ്റയ്ക്ക് എൻ്റെ മുറിയിലിരുന്ന് ബൈബിൾ വായിക്കുകയും പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ എൻ്റെ ഈ മാറ്റത്തിൽ ആദ്യകാലത്ത് ആളുകൾക്ക് വിശ്വാസമില്ലായിരുന്നു. അവർ വിചാരിച്ചത് ഞാൻ അഭിനയിക്കുകയാണെന്നാണ് അവർ വിചാരിച്ചത്. അവർ കാരണം സെൻട്രൽ ജയിലിൽ ഇങ്ങനെയുള്ള ഒരു മാനസാന്തരപ്പെട്ട കുറ്റവാളിയുടെ ജീവിതമൊന്നും ആരും അവർ കണ്ടിട്ടില്ല ആ സമയം വരെ. അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ അവരെന്നെ വളരെ അടുത്ത് നിരീക്ഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്കുണ്ടായിരിക്കുന്ന മാറ്റം അവർ വിചാരിക്കുന്ന തരത്തിലുള്ള മാറ്റമല്ല. ഇതൊരു വളരെ വളരെ ശക്തമായ, വളരെ സത്യസന്ധമായ മാറ്റമാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് എൻ്റെ കൂടെ വന്നിരിക്കാനും എന്നോടൊപ്പം പാട്ട് പാടുവാനും ഒക്കെ അവരും ആഗ്രഹിച്ചു. അങ്ങനെ 1, 2, 3 ഇങ്ങനെ എനിക്ക് കൂട്ടുകാരെ അവിടെ ദൈവം തന്നു. പല കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് സെൻട്രൽ ജയിലിൽ വന്ന് കിടന്നിരുന്ന കുറ്റവാളികളിൽ ഏകദേശം ഒരു 100ഓളം പേര് ഞാൻ 1987 അവിടെ നിന്നും 95 റിലീസാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഏകദേശം 100ഓളം ചെറുപ്പക്കാർ ആ സെൻട്രൽ ജയിലിൽ എനിക്ക് കൂട്ടുകാരായിട്ട് ഉണ്ടായി തീർന്നു. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതായത് 95 അല്ലേ? 95 ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഏതാണ്ട് 15 വർഷത്തെ തടവ്, 14 വർഷം 9 മാസം. ഏതാണ്ട് 14 വർഷം 9 മാസത്തെ തടവ് അനുഭവിച്ചു. അതെ. ആ 2 കൊലപാതക കേസാണ്. അതിന് തടവ്. ഈ കൊല ചെയ്യപ്പെട്ടത് എൻ്റെ അങ്കിളും ആൻറ്റിയും, അതായത് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഫസ്റ്റ് കസിൻ ആയിരുന്നു മരിച്ചുപോയ ജോർജ് അങ്കിളും. ജോർജ് അങ്കിളിൻ്റെ ഭാര്യ റേച്ചൽ ആൻറ്റിയും. ആ 2 പേരുടെ കൊലപാതകം, അതെ, അതുമായി ബന്ധപ്പെട്ടാണ് ജയിലിൽ പോയത്. ഇത് ഒരുപാട് അനുഭവ സാക്ഷ്യം കേട്ടിട്ടുണ്ടെന്നാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാത്തത്. അപ്പം 2 കൊലപാതക കേസിൽ പ്രതിയായി അകത്തുപോയി 15 വർഷം, അതായത് 14 വർഷം 9 മാസവും ജയിലിൽ കിടന്നു. അപ്പോൾ ജയിലിൽ കിടന്ന് ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ചു. എന്നാൽ ഇടയ്ക്ക് പരോളിന് വന്ന സമയത്ത് പാസ്റ്റർ KC ജോണിൻ്റെ ഒരു പ്രവർത്തനവും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാനായിട്ട് എടുക്കുന്നു. അപ്പോൾ റെനി ജോർജ് എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്ത്യാനിയാണ്, പക്ഷെ ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ബൈബിളുമായിട്ടാണ് ജയിലിലേക്ക് പോകുന്നത്. ആ ജയിലിൽ ചെന്ന് അവിടെയുള്ളവരോട് സുവിശേഷം പറഞ്ഞ് ഈ അച്ചായൻ ജയിലിൽ നിന്ന് റിലീസാകുന്ന സമയത്ത് ഏതാണ്ട് 100ഓളം ആളുകളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാതയിലേക്ക് കൊണ്ടുപോകും. അവരൊക്കെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ടവരായിരുന്നു, എങ്ങനെയുള്ളവരായിരുന്നു? അല്ല, അവർ ചെയ്ത ക്രിമിനൽസ്, എന്ത് ക്രിമിനൽ പശ്ചാത്തലങ്ങളായിരുന്നു അവരുടെയൊക്കെ? കൊലക്കേസ് പ്രതികളുണ്ടായിരുന്നു, മോഷണ കേസ് പ്രതികളുണ്ടായിരുന്നു, മോഷണവും കൊലപാതകവും ഉള്ളവരുണ്ടായിരുന്നു. അവരുമായിട്ട് ഇപ്പം ബന്ധങ്ങളുണ്ടോ? ഉണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹം കേരളത്തിൽ പ്രിസൺ ഗോസ്പൽ മിഷൻ എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് ഉടലെടുത്തു. ഒരു ജോസ് വലപ്പാട് എന്ന് പറയുന്ന സഹോദരൻ്റെ നേതൃത്വത്തിൽ അവർ കേരളത്തിലുടനീളം അവർ മീറ്റിങ്ങുകൾ നടത്തുകയും ജയിലുകൾ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന നല്ല പ്രവർത്തനം അവർ കാഴ്ചവെച്ചു. അങ്ങനെ 100-ലധികം പേര് വിശ്വാസത്തിലേക്ക് വന്നു. അവര് ഒരു ജയിൽ മിനിസ്ട്രി, സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. അപ്പം ഈ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പിന്നെ എന്താണ് അച്ചായൻ ചെയ്തത്? ഞാൻ 87 രക്ഷിക്കപ്പെട്ടു. 92 ആയപ്പോൾ എനിക്ക് ജയിലിൽ കിടക്കുമ്പോൾ തന്നെ വിവാഹിതനായി തീരാനായിട്ട് ദൈവം അവസരം തന്നു.
അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതെങ്ങനെയാ സംഭവിച്ചത്? ജയിലിൽ കിടന്നുകൊണ്ടുള്ള ഒരു വിവാഹം അതും ഒരു അത്ഭുതമാണ്. കാരണം എന്നെപ്പോലെ ഒരു മനുഷ്യനെ ഭർത്താവായിട്ട് സാധാരണ പെൺകുട്ടികളൊന്നും ചിന്തിക്കാനും ആഗ്രഹിക്കാനും സാധ്യതയില്ല. ആരെങ്കിലും ചിന്തിച്ചാലും ആഗ്രഹിച്ചാലും അവർ സ്വല്പം അങ്ങനെയുള്ള പെൺപിള്ളേരായിരിക്കാനാണ് സാധ്യതയുള്ളത്. എന്നാൽ എന്നെ സ്നേഹിച്ച ദൈവത്തിന്, എന്നെ രക്ഷിച്ച കർത്താവിന് എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പദ്ധതികൾക്കും ഉള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ ഭവനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 8 മക്കൾ, 7 ആണും 1 പെണ്ണുമാണ്. അപ്പം ഞാൻ ജയിലിൽ കിടക്കുന്ന കാര്യങ്ങളിൽ തന്നെ എൻ്റെ പെങ്ങളുടെ കല്യാണം, എൻ്റെ അനിയന്മാരുടെ കല്യാണമൊക്കെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഞാൻ പരോളിൽ 87 ശേഷം, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് വർഷത്തിൽ 2 പ്രാവശ്യം പരോളിൽ വരും. പരോളിൽ വരുന്ന സമയത്ത് ഞാൻ കേരളത്തിലുടനീളം പാസ്റ്റർ KC ജോണിൻ്റെ കൂടെയും ചിങ്ങവനത്തെ. അത് എത്ര ദിവസമായി പരോള് ലഭിക്കുന്ന? എത്ര ദിവസമാണ് പരോള്? പിന്നെ 30 ദിവസമാണ് ലഭിക്കുന്നത്. 30. അത് 3 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന കാലയളവ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ പരോളിൽ 3 മാസം വരെ പരോളിൽ തുടർച്ചയായിട്ട് നിന്നിട്ടുണ്ട്. ആ 3 മാസവും ഞാൻ പാസ്റ്റർ KC ജോണിൻ്റെ കൂടെയോ പാസ്റ്റർ VA തമ്പിയുടെ കൂടെയൊക്കെ അങ്ങ് ഞാൻ അനേക സ്ഥലങ്ങളിലും മലബാറിലും കേരളത്തിലുടനീളം പോയി എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഞാൻ കർത്താവിനെ സാക്ഷിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കൾക്ക് നല്ല ബോധ്യമായി. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ടു. കാരണം ഞാൻ പറഞ്ഞില്ല, കുറച്ച് സമയമെടുത്തു. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രമാത്രം എൻ്റെ മാതാപിതാക്കൾക്ക് വേദനയും ദുഃഖവും ഉണ്ടാക്കിയ ഒരു മകനാണ്. അപ്പോൾ എന്നെ അവർക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ 87 രക്ഷിക്കപ്പെട്ട ഞാൻ 92 ആയപ്പോഴത്തേക്കും എനിക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം ഞാൻ കർത്താവിനെ ഉയർത്തുവാൻ ഉപയോഗിക്കുകയും അങ്ങനെ ഒരു കൂടുതൽ ക്രിസ്തീയ ജീവിതത്തിൽ സ്ട്രോങ് ആവുകയും ചെയ്തപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെക്കുറിച്ചൊരു താല്പര്യം ഉണ്ടായി. അങ്ങനെ എൻ്റെ പിതാവാണ് എനിക്ക് വേണ്ടി ഒരു വിവാഹം പ്രപ്പോസ് ചെയ്തത്. എൻ്റെ പിതാവ് സുശേഷനായിരുന്നു ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പിതാവ് കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയായിരുന്നു. മാംഗ്ലൂറുകാരത്തിയായിട്ടുള്ള ടീന എന്ന ബഹ്റിനിലെ ഒരു നേഴ്സായിരുന്നു ടീന ആ കാലത്ത്. അങ്ങനെ ടീനയും എൻ്റെ പിതാവും തമ്മിൽ പരിചയപ്പെട്ടു. അങ്ങനെ ടീനയ്ക്ക് വിവാഹിതയായി തീരാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എന്നെയല്ല പിതാവ് ആദ്യം പ്രപ്പോസ് ചെയ്തത്. വേറെ പലതും പ്രപ്പോസ് ചെയ്തിട്ട് അതൊന്നും നടന്നില്ല. അങ്ങനെ ഒടുവിൽ പിതാവ് ചിന്തിച്ചു, വൈ നോട്ട്, എൻ്റെ മകന് വേണ്ടി ഞാനൊന്ന് പ്രപ്പോസ് ചെയ്യാമെന്നുള്ള ഒരു ചിന്ത പിതാവിന് തോന്നി. എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവ് പറഞ്ഞു, റെനി, ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, നിനക്ക് ബാക്കി നിൻ്റെ അനിയന്മാരൊക്കെ വിവാഹിതരായല്ലോ, നീയും വിവാഹിതനായി തീരുക, നീ താമസിയാതെ റിലീസായി തീരാൻ സാധ്യതയുണ്ടല്ലോ, അവിടെ നീയും വിവാഹിതനായി തീർന്നതിൽ വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിനക്ക് വേണ്ടി ഒരു കല്യാണം പ്രപ്പോസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ടീനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, അപ്പ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യണ്ട. എന്നെപ്പോലുള്ളൊരു മനുഷ്യനെ ഒരിക്കലും അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട, അത് ഞാൻ പ്രാർത്ഥനയോടുകൂടി ആ കാര്യം ഞാൻ ക്രമീകരിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പിതാവാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ടീനയ്ക്ക് ആദ്യം അത് വലിയ ഒരു ഷോക്കായിരുന്നു. അതായത് ജയിലിൽ കിടക്കുന്നത്, അതായത് ജയിലിൽ നിന്ന് റിലീസായതല്ല, ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന കുറ്റവാളിയാണ്. എന്നെക്കുറിച്ച് ടീന അവിടെ ഉണ്ടായിരുന്ന ബാക്കി നേഴ്സസ് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞ അഭിപ്രായം കൂടെ കേട്ടപ്പോഴത്തേക്കും ടീന ആകെപ്പാടെ ഷോക്ക്ഡായിപ്പോയി. കാരണം അന്ന് സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന കുറ്റവാളികളിൽ ഭീകരനായ ഒരു കുറ്റവാളിയായിരുന്നല്ലോ ഞാൻ. അപ്പോൾ എന്നെപ്പോലെ ഒരു മനുഷ്യനെ എങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റും? ടീന ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായിപ്പോയി. എങ്കിലും ടീന പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒടുവിൽ ടീനയുടെ വാക്കുകളിൽ പറയുന്ന, ടീനയ്ക്ക് ദൈവസന്നിധിയിൽ നിന്നും ഒരു ഗൈഡൻസ് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ടീന എന്നെ ബന്ധപ്പെടുന്നു. ടീന എനിക്കൊരു എഴുത്തെഴുതുന്നു, റെനി ജോർജ്, C നമ്പർ 788 പൂജപ്പുര സെൻട്രൽ ജയിൽ എന്നാണ് എൻ്റെ അഡ്രസ്സ് എന്ന്. എനിക്ക് എഴുത്തെഴുതുന്നു, റെനി, ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് മാരീഡ് ടു യു. എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമാണ്, ദൈവം അനുവദിച്ചാൽ നമുക്ക് വിവാഹിതരായി തീരാം. എനിക്ക് ആ എഴുത്ത് വായിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതമുണ്ടായി, വലിയ സന്തോഷമുണ്ടായി. എന്നെപ്പോലൊരു മനുഷ്യനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇങ്ങനൊരു വ്യക്തിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളതൊരു വലിയൊരു അത്ഭുതമായിരുന്നു എനിക്ക്. എങ്കിലും അതെല്ലാം ദൈവഹിതമായി തീർന്നു എന്ന് പിൽക്കാലത്ത് മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ 92-ൽ വിവാഹിതരായി തീരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഒരു ചെറിയ ലളിതമായ ഒരു ചടങ്ങിൽ വെച്ച്
എൻ്റെ മാതാപിതാക്കൾ ക്രമീകരിച്ച വിവാഹത്തിൽ ഞാനും ടീനയും വിവാഹിതരായി തീർന്നു. വിവാഹം കഴിഞ്ഞ് ടീന പിന്നെയും ബഹ്റിനിൽ ഒരു കോൺട്രാക്റ്റും ഇവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ടീനയ്ക്ക് മനസ്സിലായി എൻ്റെ ജീവിതം ഇനി ഒരു നേഴ്സായിട്ട് പണം ഉണ്ടാക്കാനുള്ളതല്ല, ഞാനൊരു ഒരു ഒരു മിഷണറിയുടെ ഭാര്യയായിട്ട് മാറിയിരിക്കുകയാണ്. എൻ്റെ ജീവിതം ഇനി കർത്താവിന് വേണ്ടിയുള്ളതായി തീരണമെന്ന് ആഗ്രഹിച്ച് ടീന ജോലി രാജിവെച്ച് ടീന ഇന്ത്യയിലേക്ക് വരുന്നു. ടീന വന്ന് 1 വർഷക്കാലം പാസ്റ്റർ വി എ തമ്പിയുടെ മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്ത് മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു പരിചയമെല്ലാം ഉണ്ടായി. അങ്ങനെ ബാംഗ്ലൂരിൽ വന്ന് ടീന ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ IG ഓഫ് പ്രിസൻസിനെ പോയി കണ്ട് പെർമിഷൻ വാങ്ങിച്ച് ബാംഗ്ലൂരിലെ ജയിലിൽ പോയി തടവുകാരുമായി കണ്ട് അവരുമായി കർത്താവിൻ്റെ സ്നേഹം പങ്കുവെക്കുന്ന ശുശ്രൂഷയുടെ പ്രവർത്തനം ആരംഭിച്ചത് എൻ്റെ ഭാര്യയായി തീർന്ന ടീനയാണ്. അങ്ങനെ ഒരു ജയിൽ മിനിസ്ട്രി അങ്ങനെ ആരംഭിച്ചു. യെസ്. അപ്പോൾ പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? ജയിലിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ ബാംഗ്ലൂരിലേക്ക് വരികയാണ്. കേസെല്ലാം തീർന്നു? കേസെല്ലാം തീർന്നു. ശേഷം കാലാവധി പൂർത്തിയാക്കി. അങ്ങനെ എന്നെ കാത്ത് ടീന ബാംഗ്ലൂരിൽ കഴിയുന്നു. ടീന ഒരു കൊച്ചു വീടൊക്കെ ബാംഗ്ലൂരിൽ വാങ്ങിച്ച് ബാംഗ്ലൂർ ജയിലിൽ തടവുകാരുടെ പ്രവർത്തനം ആരംഭിച്ച് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ വന്നപ്പോൾ എനിക്കൊരു ഒരു പുതിയ ഒരു ബുള്ളറ്റ് മോട്ടോർ ബൈക്കൊക്കെ വാങ്ങിച്ചു തന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജയിലുകളിലൊക്കെ കടന്നുപോയി പ്രവർത്തനം കൂടുതൽ വലുതായി തീർന്നു. കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ജയിലിലെ തടവുകാരുടെ മക്കൾക്ക് വേണ്ടി ഒരു ചിൽഡ്രൻസ് ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യകാലത്ത് ഈ ജയിലിലൊക്കെ പോയി സുവിശേഷ വേല ചെയ്യുമ്പോഴേ ഉള്ളൊരു പ്രതികരണം എന്തായിരുന്നു? ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് എന്നെക്കുറിച്ച് വളരെ മതിപ്പായിരുന്നു. കാരണം എന്നെപ്പോലുള്ള ഒരു കുറ്റവാളി എങ്ങനെ ഇങ്ങനെ കുടുംബസ്ഥനായി തീർന്നു, എങ്ങനെ ജയിലിലേക്ക് വീണ്ടും തടവുകാരുമായി ജീവിതം പങ്കുവെക്കുവാനായിട്ട് കടന്നു വരുന്നു എന്നൊക്കെ ഉള്ളത് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ജയിലിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവൻ തിരിച്ച് ജയിലിലേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. എങ്ങനെങ്കിലും പിന്നീട് അവന് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടു പോകണമെന്നാണ് അവൻ്റെ ചിന്ത. എന്നാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടും പിന്നെ അവൻ ജയിലിലേക്കാണ് വരുന്നത്. ജയിലും കുറ്റവാളികളെ സംബന്ധിച്ച് അവരുടെ പുനരധിവാസവും അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഈ മനുഷ്യന്റെ താല്പര്യം. മനുഷ്യൻ കല്യാണം കഴിച്ച ഭാര്യയുടെ താല്പര്യം അതാണ്. അതൊക്കെ ബാംഗ്ലൂരിലെ ജയിൽ അധികാരികൾക്ക് വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. ആദ്യകാലത്ത് ഞങ്ങൾക്ക് അവർ വലിയ സഹായമായിരുന്നു. അങ്ങനെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം കാലാകാലങ്ങളിൽ സഹായിച്ചു, അനുഗ്രഹിച്ചു. എല്ലാവർക്കും അതൊരു അനുഗ്രഹമായി തീർന്നു. അങ്ങനെ ജയിലിലേക്ക് ഒരു ജയിൽ മിനിസ്ട്രി ആയിട്ട് കടന്നു പോകുന്ന സമയത്തെ അവിടെയുള്ള ആളുകളെ കാണുകയും സുവിശേഷമൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അവർ എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടത്? എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളൊക്കെ? അവരോട് ഞാൻ എൻ്റെ സ്റ്റോറി ഞാൻ പറയും. ഞാനിങ്ങനെ 14 വർഷം 9 മാസം ജയിലിൽ കിടന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ കൂടെ വേറെ 3 കൂട്ടുകാരുണ്ടായിരുന്നു. അവർ 3 പേരും 3 രാജ്യക്കാരായിരുന്നു. ഞങ്ങൾ 4 പേരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരുന്നു. നല്ല കുടുംബത്തിൽ ജനിച്ച് വളർന്നവരാണെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നുകൊണ്ട് ഒടുവിൽ ഞങ്ങൾക്ക് സംഭവിച്ചത് എന്താണ്? ഇങ്ങനെ കൊലപാതകളായി തീർന്നു, കൊള്ളക്കാരായി തീർന്നു. അങ്ങനെ ജയിലിൽ കിടന്നു. എന്നാൽ ഈ കാലയളവിൽ എനിക്കുണ്ടായതായ പരിവർത്തനം, ആ പരിവർത്തനത്തിന് കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെപ്പോലുള്ള 2 കുറ്റവാളികളുടെ മധ്യത്തിൽ അന്നത്തെ കാലത്തെ വധശിക്ഷ അനുഭവിച്ച യേശുക്രിസ്തു എന്ന യേശുക്രിസ്തു ദൈവമായിരുന്നു. ദൈവം മനുഷ്യനായി തീർന്നതാണ് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി. ഇതൊക്കെ ഞാൻ അവരോട് പറയുമ്പം അവർക്കത് വലിയ എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ ആദ്യം അവരോട് പറയും, ജയിലിൽ കിടന്ന് എന്നെ ഒരാൾ സഹായിച്ചു. ആ വ്യക്തി സഹായിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന് നിങ്ങളോടൊപ്പം ഇങ്ങനെ നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ യേശുവിനെ പ്രസന്റ് ചെയ്തിട്ട് 2 കുറ്റവാളികളുടെ മധ്യത്തിൽ വധശിക്ഷ ഏറ്റുവാങ്ങി യേശുവിനെ പ്രസന്റ് ചെയ്യും. എന്നിട്ട് പറയും, വലതുഭാഗത്തുണ്ടായിരുന്ന മനുഷ്യൻ എങ്ങനെയാണ് അന്ന് യേശുവിനോടൊപ്പം പർദീസയിൽ പോയി
ഡിന്നർ കഴിച്ച കഥയൊക്കെ ഞാൻ പറയും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ കഴിച്ചെങ്കിൽ ജയിലിൽ നിന്നായിരിക്കും കഴിച്ചത്, എന്നാൽ വൈകിട്ടത്തെ ഡിന്നർ കഴിച്ചത് യേശുവിനോടൊപ്പം പാരഡൈസിലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഭാഷ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറയും, നമ്മുടെ ഒന്നും ജീവിതം ജയിൽ കൊണ്ട് അവസാനിക്കേണ്ടതല്ല. ജയിൽ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ലാസ്റ്റ് ചാപ്റ്റർ അല്ല പ്രിയപ്പെട്ടവരെ. എന്നെ പോലെ തകർന്ന ഒരു മനുഷ്യനല്ല നിങ്ങൾ. നിങ്ങളൊക്കെ ചില നിസ്സാര കുറ്റങ്ങൾക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താലൊക്കെ കുറ്റവാളികളായി തീർന്നവരാണ്. എന്നാൽ ഞാൻ അങ്ങനെയുള്ളവരല്ലായിരുന്നു. ഞാൻ മനഃപൂർവ്വമായിട്ട് ഇതെല്ലാം ചെയ്ത് തകർന്ന് തരിപ്പണമായവനാണ്. എന്നാൽ എന്നെപ്പോലെ ഒരു മനുഷ്യന് ഒരു പുതിയ മനുഷ്യനായി തീരാനും ഇത്രമാത്രം സമൂഹത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാനും ഒക്കെ ഇടയായി തീർന്നെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ കഴിയും. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നിങ്ങൾക്ക് അതിന് ആഗ്രഹമില്ല എന്ന് ചോദിക്കുമ്പോൾ അവരിൽ അനേകർ അതിനുവേണ്ടി ആഗ്രഹിച്ച് മുന്നോട്ട് വരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരിൽ ചിലരൊക്കെ ദൈവസന്നിധിയിൽ നിലനിൽക്കും. അങ്ങനെ ബാംഗ്ലൂർ സെൻട്രൽ ജയിലിലെ 20 വർഷത്തെ പ്രവർത്തനത്തിൽ കൂടി ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഏകദേശം 100-ലധികം തടവുകാർ കർത്താവായ യേശു ക്രിസ്തുവിനെ സന്ദർശിച്ചതായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നത് കാണുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അവരിൽ പലരും ഇന്ന് ബാംഗ്ലൂരിന്റെ പല പ്രദേശങ്ങളിലും സുശേഷകരാണ്. ചിലർ പ്രസന്റ് മിനിസ്റ്റർ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ദൈവത്താൽ യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. നമുക്കില്ലാത്ത യാതൊരു പുകഴ്ചയും എടുക്കാനില്ല. എല്ലാത്തിനും കാരണഭൂതൻ പിതാവായ ദൈവവും പുത്രനായ യേശു കർത്താവും പരിശുദ്ധാത്മാവും മാത്രം. ഇപ്പൊ അച്ഛൻ ഈ പ്രവർത്തിക്കുന്ന ഈ മിനിസ്റ്ററുടെ പേരെന്താ? പ്രസന്റ് ഫെലോഷിപ്പ് ബംഗളൂരു എന്നാണ് ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പേര്. ഇപ്പൊ എത്ര വർഷമായി ഈ ഇതില് ഈ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്നു? ടീന 94-ൽ സ്റ്റാർട്ട് ചെയ്താണ് ബാംഗ്ലൂരിലെ പ്രസന്റ് മിനിസ്ട്രിയുടെ പ്രവർത്തനം. ഏതാണ്ട് 30 വർഷത്തോളം കഴിയും. 30 വർഷത്തോളം ആകും. അപ്പൊ ഈ 30 വർഷത്തെ പ്രവർത്തനം കൊണ്ട് എത്ര പേരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ഏകദേശം 100-ൽ പരം തടവുകാര് കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നതായി എനിക്ക് ഉറപ്പുണ്ട്. പിന്നീട് ഇപ്പൊ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടല്ലോ. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ മക്കളെ പുനരധിവസിപ്പിക്കുക, അവരുടെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുക, അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഞങ്ങൾ 96-ല് 15 കുഞ്ഞുങ്ങളുമായിട്ട് ആരംഭിച്ച ഹോമാണ് പ്രഷ്യസ് ചിൽഡ്രൻ ഹോം എന്ന് പറയുന്നത്. അത് മുഴുവൻ ഈ തടവുകാരുടെ കുട്ടികളായിരുന്നു. തടവുകാരുടെ കുഞ്ഞുങ്ങൾ മാത്രമായിരുന്നു 15 പേരും ആദ്യകാലത്ത്. അങ്ങനെ തുടങ്ങിയ ആ ചിൽഡ്രൻസ് ഹോം പിൽക്കാലത്ത് ഏകദേശം 150-ൽ പരം കുഞ്ഞുങ്ങൾ വരെയുള്ള ഒരു വലിയ ഹോമായിട്ട് മാറി. ഏകദേശം 3 ഏക്കർ സ്ഥലത്ത് വലിയ ബിൽഡിങ്ങും ഡോർമെട്രികളും കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് നല്ല ക്രിക്കറ്റ് ഗ്രൗണ്ടും നല്ല രീതിയിൽ ഏകദേശം 20 വർഷത്തോളം അത് നടത്താനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പൊ അവർക്കുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണ്? സ്കൂളിൽ നിങ്ങൾ പറഞ്ഞു വിടുവാണോ അതോ സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു? കുറെ കാലം ഞങ്ങൾ അതിനകത്തൊരു സ്കൂൾ നടത്തി. പിന്നീട് ഞങ്ങൾ വിചാരിച്ചു ഈ കുഞ്ഞുങ്ങളെ 24/7 ഈ ക്യാമ്പസിനകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് മറ്റൊരു ജയിലായിട്ട് മാറും. അവർ പുറത്തു പോയി പുറത്തുള്ള കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ചേർന്ന് ജീവിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് പിന്നീട് ഞങ്ങൾ ആ റെസിഡൻഷ്യൽ സ്കൂള് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ട് പിള്ളേരെ എല്ലാം പുറത്തുള്ള സ്കൂളിലേക്ക് വിടാൻ തുടങ്ങി. ഇപ്പൊ ഇത്രയും കാലഘട്ടങ്ങൾ കൊണ്ട് എത്ര കുട്ടികളെ ജയിൽ തടവുകാരുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും? ഏകദേശം ഒരു 3000 കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ പ്രോജക്റ്റിൽ കൂടി പിന്നെ കുറഞ്ഞത് 10ാം ക്ലാസ് എങ്കിലും പാസ്സായി പുറത്ത് പോയിട്ടുണ്ട്. അവരിൽ കുറെ പേര് പിന്നെ ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ആയിട്ടുണ്ട്. ചിലർ പോലീസുകാരായിട്ടുണ്ട്, ചിലർ എൻജിനീയേഴ്സ് ആയിട്ടുണ്ട്, സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ഉണ്ട്, ഒരു ഡോക്ടറുണ്ട്, 1-2 പേര് പിന്നെ ബൈബിൾ സ്കൂളിൽ പഠിച്ച് 2 പേര് ബൈബിൾ സ്കൂളിൽ പഠിച്ച് അതിൽ ഒരാൾ ഫുൾ ഫ്ലെഡ്ജ് പാസ്റ്ററായിട്ടുണ്ട്. ഇങ്ങനെ ഒരു നല്ല സക്സസ് സ്റ്റോറി ഉണ്ട് ഈ കുഞ്ഞുങ്ങളെ. അപ്പൊ 3000-ലധികം കുട്ടികളെ ജയിലിൽ കിടക്കുന്ന തടവുകാരുടെ മക്കളെ, അത് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ അവരെ എടുത്തുകൊണ്ട് വന്ന് 3000-ലധികം കുട്ടികളെ പഠിപ്പിച്ച് അവരൊക്കെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ സംഭവമാണത്. ഇതൊരു നിസ്സാര കാര്യമല്ല. ഇതൊന്നും ഒരു സാധാരണ മനുഷ്യരെ കൊണ്ട് സാധിക്കാനായിട്ട് സാധിക്കില്ല. ഒരു നമ്മൾ പറയുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ ഈ ഉള്ളത് കൊണ്ട്, ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരുന്നുകൊണ്ട് ഈ 3000 ഇവിടെ എല്ലാം ഇതിന്റെ പടമെല്ലാം വെച്ചിട്ടുണ്ട്. നിങ്ങളിത് കാണിക്കുക. ഈ പടമെല്ലാം വെച്ചിട്ടുണ്ട് ഓരോ കുട്ടികൾ. അപ്പം ഈ ജയിൽ പുള്ളികളുടെ കുട്ടികളുടെ
അല്ലെങ്കിൽ ജയിലിൽ തടവുകാരായിട്ട് കിടക്കുന്നവരുടെ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എന്താ? അവർ പുറത്ത് സ്കൂളിലൊക്കെ പോയി പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ എന്താ? അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം, മറ്റ് പല കാര്യങ്ങളും ചെയ്യണം, അവരെ മക്കളെ പോലെ നോക്കണം. അത് മാത്രമല്ല, ഒരു മിഠായി പോലും മേടിച്ചു കൊടുക്കണമെങ്കിൽ സാധാരണ ഹോസ്റ്റലിലൊക്കെ എന്ന് പറഞ്ഞാൽ 3 നേരം ഭക്ഷണം കിട്ടും. ഇടയ്ക്ക് ഒരു മിഠായി കൊടുക്കാനോ ഒരു ചായ കൊടുക്കാനോ പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഭക്ഷണം കഴിക്കാനോ എന്താ അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? എങ്ങനെയായിരുന്നു അവരുടെ ഒരു ജീവിത രീതി? ആദ്യകാലത്ത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ വ്യക്തിപരമായി പോയി അവരുടെ ഭവനങ്ങളിൽ നിന്നും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന പോലുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് ഈ ഹോം വളർന്ന് വലുതായപ്പോൾ ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയ ആളുകൾ കൂടുതലായിട്ട് വന്ന് അഡ്മിഷൻ തേടി വരാൻ തുടങ്ങി. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ പിതാക്കന്മാരെ കുറിച്ച് അവർക്കെല്ലാം ദുഃഖമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പിതാക്കന്മാർ എല്ലാവരും ജയിലിൽ കഴിയുന്നു. അവരുടെ വീടുകളിൽ പോലീസ് കയറി ഇറങ്ങി. അവരുടെ മാതാവ് വളരെ കഷ്ടപ്പെട്ട് അവരെ ആദ്യകാലങ്ങളിൽ വളർത്തി. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് വന്ന് നമ്മുടെ ഹോമിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ അവരോട് പറയുന്ന കഥ എൻ്റെ കഥയാണ് ഞാൻ അവരോട് പറയുന്നത്. എൻ്റെ മകളും ആ കാലയളവിൽ അവരോടൊപ്പം വളർന്നു വരികയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു ഒരു സുരക്ഷിത ഒരു ബോധം അവർക്കുണ്ടാകാനിടയായി തീർന്നു. അതായത് ഞങ്ങളുടെ പേരൻസും ഇതുപോലെ ഒരു ദിവസം ജയിലിൽ നിന്നും പുറത്തു വന്ന് ഈ ഡാഡിയെ പോലെ അവരും ഒരു നല്ല ഭാവിക്ക് ഉടമയായി തീരുമല്ലോ എന്നൊക്കെയുള്ള വലിയൊരു ഒരു പ്രത്യാശ അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എൻ്റെ ജീവിതാനുഭവം ഒത്തിരി സഹായിച്ചെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല മാസ്റ്ററെ. അല്ലാതെ വലിയൊരു സംഭവമാണ്. കാരണം ഈ ജയിലിൽ കിടക്കുന്ന തടവുള്ളികളുടെ മക്കളെന്നൊക്കെ പറയുമ്പോൾ അവർ സമൂഹത്തിൽ ഒരുപാട് തിരസ്കരിക്കപ്പെട്ടവരാണ്. മറ്റുള്ളവരിൽ നിന്ന് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുന്നു. വീട്ടിലെ അമ്മയിൽ നിന്ന് പോലും ചിലപ്പോൾ ഉപദ്രവങ്ങൾ കേൾക്കേണ്ടി വരുന്നു. കാരണം കുടുംബം പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കുട്ടികളെ എത്രമാത്രം കൗൺസിലിംഗ് കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ കുട്ടികളെ ഒരു നല്ല ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ക്ലിനിക്കൽ കൗൺസിലിംഗ് ഒന്നും വലിയ കാര്യമായിട്ട് ചെയ്തില്ലെങ്കിലും ഒരു കാര്യം ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്ത്. കാരണം ഈ കുഞ്ഞുങ്ങളെ എല്ലാം ഞങ്ങൾ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു. കുഞ്ഞുങ്ങളെ എല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അവരെല്ലാം ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അവരെല്ലാവരും ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു. അവരെല്ലാവരും പ്രാർത്ഥിക്കാൻ പഠിച്ചു. പാട്ടുകൾ പാടാൻ പഠിച്ചു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യമേ അവരുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് വൈകിട്ട് ഈവനിങ്ങിൽ ഡിന്നറിന് മുമ്പ് ഒരു പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് അവരുടെ ഡോർമെട്രിയിൽ പ്രാർത്ഥന. ഇങ്ങനെ ഞങ്ങൾക്കുണ്ടായിരുന്നതായിട്ടുള്ള ഞങ്ങളുടെ ടീം അംഗങ്ങൾ ആ കാര്യത്തിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ എല്ലാവരും അങ്ങനെ ഒരു ക്രൈസ്റ്റ് സെൻറ്റേഡ് ലൈഫ് അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അതായിരുന്നു ഏറ്റവും വലിയ അവരുടെ ജീവിതത്തിലെ വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നീട് ഈ കുട്ടികൾ ഒരു നല്ല പൊസിഷനിലൊക്കെ എത്തി അല്ലേ? അതെ, അവർ ഭൂരിഭാഗം ആൾക്കാരും നല്ല പൊസിഷനിൽ. അവർക്ക് ഈ എല്ലാ രീതിയിലും ഇപ്പം ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ഒരു വീട്ടിലുള്ളൊരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഇടയ്ക്കൊന്ന് വിശന്നാൽ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഒരു അനുഭവമൊക്കെ ഒന്ന് പറയാമോ? അവരെ എങ്ങനെയാണ് അവരൊന്ന് കെയർ ചെയ്യുന്നത്? പ്രാർത്ഥന ഒരുപാടുണ്ടായിരുന്നു. അതെ, ആ കാര്യത്തിൽ എൻ്റെ ഭാര്യ ടീന വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നു. അതായത് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഈവനിങ്ങിൽ അവർക്ക് ടീ, ഞങ്ങൾ സാറിന് കൊടുക്കുന്ന ടീ അല്ല, ടീയും കോഫി അല്ല, അതിന് പകരം ഞങ്ങൾ റാഗിയും മിൽക്കും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ അവർക്ക് ബിസ്ക്കറ്റോ കേക്ക് ബണ്ണോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്നാക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നീട് ഞാൻ വിദേശത്തൊക്കെ പോയി വരുമ്പോഴത്തേക്കും ധാരാളം ചോക്ലേറ്റും സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരൊരിക്കലും ടേസ്റ്റ് ചെയ്തില്ലാത്തുള്ള കാഡ്ബറി സ്വീറ്റ്സും അത് ഇതൊക്കെ പിള്ളേർക്ക് ഞാൻ ഓരോ ബാർ അവരുടെ കയ്യിൽ കൊടുത്ത് അതൊക്കെ അവർക്ക് വലിയൊരു സന്തോഷമായിരുന്നു അതൊക്കെ. പിന്നെ അവരെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുക്കുകയും അവരെ സ്നേഹിക്കുകയും ഇതെല്ലാം ആ കുഞ്ഞുങ്ങൾക്ക് അവർ പ്രഷ്യസ് ചിൽഡ്രൻ ആണെന്നുള്ള ഒരു ബോധം അവരിലുണ്ടായി. അതുകൊണ്ട്
വളരെ മാനസികമായിട്ട് വലിയ വളർച്ച ഉണ്ടായി അവർക്ക് മാനസികമായിട്ട് ഭൂരിഭാഗം കുഞ്ഞുങ്ങൾക്കും നല്ല ഒരു വളർച്ച നല്ല വസ്ത്രം കൊടുത്തു, നല്ല ബാഗ് കൊടുത്തു, കുട കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല കെയർ കൊടുത്തു. വീട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് അവർക്ക് കെയർ ലഭിച്ചു. അതെ അതെ, തീർച്ചയായിട്ടും. അവർക്ക് കിടന്നുറങ്ങാനായിട്ട് നല്ല ബങ്ക് ബെഡ്സും പിന്നെ മെത്തയും എല്ലാം അവർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് ദൈവം കാലാകാലങ്ങളിൽ ദൈവം നമുക്ക് നൽകി തന്നു. അതെല്ലാം കുഞ്ഞുങ്ങളുടെ വെൽഫെയറിന് വേണ്ടി ചെലവാക്കാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തടവുപുള്ളികളുടെ മക്കളായതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരാൾക്ക് മറ്റൊരാളെ കുറ്റം പറയാൻ പറ്റത്തില്ല, മറ്റൊരാൾക്ക് ഒരാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാവരും തടവ് കിടക്കുന്ന ജയിൽ പുള്ളികളുടെ മക്കളായതുകൊണ്ട് അവർക്കൊരു ഈഗോയുടെ പ്രശ്നം വരുന്നില്ല. മറ്റേ പുറത്തിറങ്ങി ഒരു സ്കൂളിൽ പഠിക്കുവാണെങ്കിൽ അവർക്ക് നിന്റെ അപ്പം ജയിലിലല്ലേടാ, പിന്നെ അങ്ങനെ ഒരു പ്രശ്നം. അവർക്ക് ഒരു നല്ല കൂട്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല ബലമായിരുന്നു. അപ്പൊ എന്തായാലും ഈ 10,000 കുട്ടികളെ പഠിപ്പിച്ച് വളർത്തി അവരെ ഒരു നിലയിലാക്കാൻ കഴിഞ്ഞ ഒരു വലിയ സംഭവങ്ങളാണ്. ഇപ്പോഴെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ഇപ്പോഴും നമ്മൾ 250 പ്രിസണേഴ്സിന്റെ മക്കളെ അവരുടെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവർ വർഷത്തിൽ 6 ക്യാമ്പ് നടത്തുന്നുണ്ട്. അവരുടെയൊക്കെ ഭവനങ്ങൾ, പൊളിഞ്ഞു പോയ ഭവനങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ അവശ്യ സമയങ്ങളിൽ മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന പിന്നെ ഫണ്ട്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അത് മുഴുവൻ അവരുടെ വെൽഫെയറിന് വേണ്ടി ചിലവാക്കാൻ വളരെ ചുരുക്കം പണം മാത്രമേ നമ്മൾ സ്റ്റാഫ് സാലറി ആയിട്ട് എടുക്കത്തുള്ളൂ. ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഇതിന്റെ വെൽഫെയറിന് വേണ്ടി ചിലവാക്കാൻ. ഇപ്പോഴും 250-ലധികം കുട്ടികൾക്ക് ഉള്ള പഠന സൗകര്യങ്ങൾ, അവരുടെ ഫീസ്, അവർക്ക് ഡ്രസ്സ്, അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ഇനി വീടില്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് ചെറിയ രീതിയിലുള്ള മെയിൻ്റനൻസ് ഉള്ള പൈസ, ഇതെല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു വലിയ സംഭവം. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്രോതസ് അത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് അതിനെ കുറിച്ച് ലഭിക്കുന്നത്? വിശ്വാസത്താൽ മാത്രമാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? അത് നമ്മുടെ പിന്നെ പ്രവർത്തനത്തിന്റെ ആ വിശ്വാസ്യതയിൽ ബോധ്യം വന്ന് കുറെ സ്നേഹിതന്മാർ അവർ വളരെ പിന്നെ കൈ അയച്ച് സഹായിച്ചിട്ടുണ്ട്. ചുരുക്കം ചില ഫൗണ്ടേഷൻസ് സഹായിച്ചിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളുടെ പിന്നെ സാമ്പത്തിക വിഷയത്തിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു 6 കുഞ്ഞുങ്ങൾക്ക് പിന്നെ വീട് വെച്ചു കൊടുക്കാനായിട്ട് സഹായിച്ചു. 6 വീടുകൾ. അതിനെല്ലാം ആ സമയത്ത് ഓരോ ഫൗണ്ടേഷൻസ് മുന്നോട്ട് വന്ന് അവർ തരുന്ന പണം ഉപയോഗിച്ച് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു. ഇപ്പോഴും എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി വിശ്വസ്തയോടുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ട്സ് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല. ദൈവ ആവശ്യത്തിനുള്ള ഫണ്ട്സ് കാലാകാലങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളത് മനസ്സിലായി. പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള സോഴ്സ് ഇല്ല, ഫണ്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഈ അച്ചാനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ 14 വർഷവും 9 മാസവും താമസിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ആ ഡെഡിക്കേഷനിലാണ് ദൈവം പ്രവർത്തിച്ചത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടുപേരും കൂടെ ചേർന്നുള്ള ആ വലിയൊരു ഡെഡിക്കേഷൻ, അതിൽ ദൈവം അവരുടെ പ്രവർത്തനങ്ങളെ മാനിച്ചു. ഇപ്പൊ നമുക്ക് കേൾക്കാൻ കഴിയും, ഇന്ന് വരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പൊ 3000-ലധികം കുട്ടികളെ പഠിപ്പിച്ച് അവരെ ഒരു നല്ല സ്ഥാനത്ത് എത്തി. ഇപ്പോഴും 250-ലധികം കുട്ടികളെ പഠിപ്പിക്കുന്നു, അവർക്കുള്ള ഭക്ഷണ സാമഗ്രികൾ കൊടുക്കുന്നു, അവരുടെ ഫീസ് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു വലിയ സംഭവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഈ 100 പേര് ഇവിടെ ജയിൽ പുള്ളികൾ മാനസാന്തരപ്പെട്ടു. അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ മാനസാന്തരപ്പെട്ടു. അവർക്ക് കിട്ടിയതായിട്ടുള്ള ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രീ പോലെ, നമ്മളിങ്ങനെ താഴേന്ന് വരുന്നൊരു ശിഖരം, അത് താഴേന്ന് വരുന്നൊരു മരം. ഇപ്പൊ റെനിയച്ചാൻ ഇങ്ങനെ വളർന്നു, അതിന്റെ 2 ശാഖയായിട്ട് ശിഖരമായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് അച്ചായന്റെ നേതൃത്വത്തിൽ വന്ന ഒരു കുറ്റവാളി, ഒരു മാനസാന്തരം, അദ്ദേഹം ഒരു ജയിൽ മിനിസ്റ്ററിങ് ആരംഭിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സുവിശേഷ പ്രവർത്തനമായി മാറും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളായി. അങ്ങനെ ഇവിടെ 100 പേര്, കേരളത്തിൽ 100 പേര്, 200 പേര്. ആ 200 പേരിൽ കുറഞ്ഞൊരു 100 പേരെങ്കിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങളുണ്ട്.
100 ഒരു 25 പേരെങ്കിലും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും പേര് ചെയ്താൽ പോലും അതൊരു വലിയ വലിയ സംഭവം. അത് മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രത്യാശ ലഭിച്ചില്ലെങ്കിലാണ് മനുഷ്യൻ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന്, അവരുടെ കുട്ടികളെ കൊണ്ടുവന്ന് അവരെ പഠിപ്പിച്ച് നല്ലൊരു മേഖലയിൽ എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു വലിയ ഒരു സംഭവം. അപ്പം ഇങ്ങനെയുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അവാർഡുകളോ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പൊ മറ്റ് ക്രിസ്തീയ സഭകളിൽ നിന്നൊക്കെ നല്ല റെസ്പോൺസാണ്, എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിൽ മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാരെ കൊണ്ടും പറ്റുന്ന ഒരു മിനിസ്ട്രി അല്ല ഇത്. അതിനായിട്ട് വരം ലഭിച്ചവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നല്ല ക്ഷമ വേണം, വളരെ ക്ഷമ ആവശ്യമാണ്. ഞാൻ സെൻട്രൽ ജയിലിൽ കിടക്കുമ്പം അനേക ഈ ടൂറിസ്റ്റുകൾ വരുന്ന പോലെ അവിടെ ആൾക്കാർ വന്ന് ആ ടവറിൽ കയറി നിന്ന് ചുറ്റുപാടും കണ്ട് കേട്ട് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പോഴും ആൾക്കാർക്ക് ജയിലിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തിനാ? ജയിലിന്റെ അകത്ത് പോയി കുറ്റവാളികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകണം. അല്ലാതെ ജയിലിൽ പോയി അവരോടൊപ്പം സമയം ചെലവഴിച്ച് അവരോട് കർത്താവിൻ്റെ സ്നേഹം പങ്കിട്ട് അവരുടെ കഥകൾ കേട്ട് അവരുടെ ആവശ്യങ്ങൾ കേട്ട് അവരോട് താതാന്യം പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരാൾ ഒരു ക്രിമിനൽ കേസിൽ പെട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ പറയുന്നു, TV ചാനൽ പറയുന്ന ആൾ പറഞ്ഞു അവനെ കൊന്നുകളയണം, അവനെ തൂക്കിക്കൊല്ലണം, വെടിവെച്ച് കൊല്ലണം, തല്ലിക്കൊല്ലണം എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പല കേസുകൾ നമ്മൾ കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട്. ഒരു ചെറിയ തെറ്റുണ്ട്, അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം, അവനെ തല്ലിക്കൊല്ലണം, അവനെ തൂക്കിക്കൊല്ലണം, വെടിവെച്ച് കൊല്ലണം, സൗദി അറേബ്യയിലെ പോലെ കഴുത്ത് വെട്ടിക്കൊല്ലണം എന്നൊക്കെ ഉള്ളവർ. ശരിക്കും ഒരു കൊലപാതകി അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള ക്രിമിനലിന് ഒരു വധശിക്ഷ കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? വധശിക്ഷ കൊടുക്കുന്നതുകൊണ്ട് അവനൊരു പ്രയോജനമില്ല. അവൻ അതോടുകൂടി തീർന്നു പോവുകയാണല്ലോ. സമൂഹത്തിന്റെ അതൊരു എന്നതാ ഒരു അവയർനെസ്. അതുകൊണ്ടാണ് സമൂഹത്തില് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസുകളിൽ മാത്രമേ വധശിക്ഷ കൊടുക്കാവൂ എന്നാണ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത്. റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൽ മാത്രം. അസാധാരണങ്ങളിൽ അസാധാരണമായ നമ്മുടെ ഒരു ക്രിസ്തീയ വിശ്വാസമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരാളെ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കാനോ കൊല്ലാനോ ഉള്ളൊരു പ്രമാണമൊന്നുമില്ല. ഇല്ല, അത് നമുക്ക് അനുവദനീയമല്ല. ഇപ്പൊ വിദേശ രാജ്യങ്ങളിപ്പോ എന്നെ ഞാൻ ചില രാജ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞ അവിടെ വധശിക്ഷയൊന്നുമില്ല, അവരെ ജീവിതകാലം മുഴുവൻ ജയിലിലിടുക എന്നുള്ളൊരു. മനുഷ്യൻ ഏത് സമയത്തും മനുഷ്യൻ മാറാം. അവന്റെ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും കുറ്റം ചെയ്യുന്നവരുണ്ട്, മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഒരുത്തരെ നമ്മള് തൂക്കി കൊന്നതുകൊണ്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരമാവൂ? പരിഹാരമല്ല. അല്ല, അവൻ മാനസാന്തരപ്പെട്ട് നന്നായി വന്ന് അവന്റെ ജീവിതത്തിൽ അവൻ കുറ്റബോധം ഉണ്ടായി, അവൻ ചെയ്ത തെറ്റിനോട് ഒരു പശ്ചാത്താപം ഉണ്ടാകുമ്പോഴല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു ഇതാവുന്നത്. അതായത് ഇന്ത്യയിൽ തന്നെ നിർഭയ കേസിലും അതുപോലെയുള്ള മറ്റേ കേസുകളിലൊക്കെ വധശിക്ഷ കൊടുത്തെങ്കിലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായി നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ഓരോ ദിവസം കഴിയുന്നവരും ക്രൈം റേറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇതൊന്നും ഒരു കുറ്റനിവാരണത്തിന് സഹായിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന വിഷയമല്ല. എന്നാൽ നിയമപരമായിട്ട് അവർക്ക് അതിനെ അബോളിഷ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, ഇനിയിപ്പം അച്ഛനിപ്പോൾ വയസ്സ് 72 അല്ലേ? അതെ. അപ്പം ഈ വേദാണ്ട് നല്ല ആരോഗ്യ പ്രായമൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഈ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയാണ് മുമ്പോട്ട് നയിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലാൻ എന്താണ്, ഇനി ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഞാൻ ആക്ച്വലി ഒരു സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരാളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഈ സ്ഥാനത്ത് ഇരുത്തി കഴിഞ്ഞാൽ അത് വിജയിക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവം തീർച്ചയായും തക്ക സമയത്ത് ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഇത് തുടർന്ന് നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം ക്രമീകരിക്കപ്പെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇനിയിപ്പം ഇപ്പോഴത്തെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് നിലവിൽ? ഇപ്പോൾ ബാംഗ്ലൂർ സെൻട്രൽ ജയിലിൽ ഞാൻ മാസത്തിൽ ഒരു ദിവസം വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 250 കുഞ്ഞുങ്ങളുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബാംഗ്ലൂർ സെൻട്രൽ ജയിലിലെ പ്രവർത്തനത്തിൽ കൂടി രക്ഷിക്കപ്പെട്ട ഈ 100 പേരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ കുടുംബങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോഴും
വളരെ സ്ട്രഗിൾ ചെയ്യുന്ന കുടുംബങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനാണ്. അവരുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല പഠിക്കുന്നവരാണ്. അപ്പം ഞങ്ങളിപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഫീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നല്ല കോളേജുകളിൽ പഠിക്കുന്നവരാണ്. അവർക്ക് ഒരു കുട്ടിക്ക് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് 40,000 60,000 ഒക്കെ വേണ്ടി വരുന്ന അവരുടെ ഫീസ് സ്ട്രക്ചർ. അപ്പോൾ അതിൽ കുറേ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ അവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പൊതുവെ ഈ യങ്സ്റ്റേഴ്സിനോട് പാസ്റ്റേഴ്സിനോടൊക്കെ എന്താണ് അച്ഛനൊരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഇപ്പോൾ പൊതുവെ നമ്മുടെ പല പ്രസ്ഥാനങ്ങൾക്കും സഭകൾക്കൊന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും ഇല്ല. അപ്പോൾ പെന്തക്കോസ്തൽ സഭകൾ ഇങ്ങനെ ശക്തമായി വളർന്നു, ന്യൂ ജനറേഷൻ ചർച്ചുകൾ വളരുന്നു. പക്ഷെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും ആർക്കും തന്നെ ഇല്ല. സ്കൂളോ കോളേജ് ആശുപത്രികളോ ഇതുപോലുള്ള ഡി അഡിക്ഷൻ സെന്ററുകളുടെ പ്രവർത്തനങ്ങളോ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും ആർക്കുമില്ല. എന്താണ് പൊതുവെ ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഏറ്റവും ആദ്യമായി എനിക്ക് പറയാനുള്ളത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായമാണ്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും ബദ്ധന്മാർക്ക് വിടുതലും തടവുകാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവനെ അയച്ചിരിക്കുന്നു. ഇതാണ് എല്ലാ ബോൺ അഗെയിൻ ബിലീവേഴ്സിൻ്റെയും നമ്പർ 1 മാൻഡേറ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു അനോയിന്റിങ് എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ വിശന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. വളരെ കാറ്റഗറിക്കലായിട്ട് പറഞ്ഞ 4 വിഷയങ്ങളാണ്. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ നിന്നും ഒരു യഥാർത്ഥ ദൈവപൈതലിന് ഒഴികഴിവില്ല. ഈ 4 കാര്യങ്ങളിലും 4 ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിൽ ഒന്നെങ്കിലും ചെയ്ത് മതിയാവും. പിന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തത് എനിക്ക് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തിരിക്കുന്നത് എനിക്ക് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം. നമുക്ക് ആ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം, ക്രൈസ്റ്റ് ലൈക്ക്നെസ്. കർത്താവ് എപ്പോഴും കർത്താവിൻ്റെ കണ്ണും ഹൃദയവും അങ്ങനെയുള്ള വ്യക്തികളിലേക്കാണ് കർത്താവ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ അവസ്ഥയും അതുപോലെ ആയിരിക്കണം, ക്രിസ്തുവിൽ എന്ന ഭാവം. അപ്പം നമുക്ക് വലിയ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ അരച്ച് കലക്കി കുടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മേജർ കാര്യങ്ങൾ, അതിനെ നമ്മൾ മൈനറാക്കി വെച്ചാൽ സംഗതി നടക്കത്തില്ല. എന്നാൽ അതെല്ലാം നല്ലതാണ്. അത് ഒരു പ്രവൃത്തി മാത്രമാണ്. പക്ഷെ ഈ പ്രവൃത്തി നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം ഉറപ്പുള്ള വിശ്വാസമായിരിക്കണം. നമ്മുടെ വിശ്വാസം ഉറപ്പുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള ആ ദൃഢമായ വിശ്വാസം, നമുക്ക് ലഭിച്ചിരിക്കുന്ന കാൽവറിയുടെ ആ പൂർത്തിയാക്കപ്പെട്ട പ്രവൃത്തിയിലുള്ള ആ രക്ഷാദൗത്യത്തിൽ കൂടി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു രക്ഷാനിർണയത്തിൻ്റെ അതാണ് വിശ്വാസം എന്ന് പറഞ്ഞതിൻ്റെ കാതൽ. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ക്രൈസ്റ്റിലേക്കായി തീരാൻ പറ്റത്തുള്ളൂ. അതാണ് പ്രവൃത്തിയും വിശ്വാസവും. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റും. ആയിക്കോട്ടെ. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ അച്ഛനെ ആർക്കെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് ഒരു താല്പര്യമുണ്ട്, ഇതിനകത്ത് നമ്പർ ഇടുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ആർക്ക് വേണേലും വിളിക്കാം, ആർക്ക് വേണേ എപ്പോൾ വേണേ വിളിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ആയിട്ട് എന്തിനു വേണേ വിളിക്കാം, എനി ടൈം. അപ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും സമയം സംസാരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.